ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ല മഴയും പ്രകൃതിയൊക്കെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് വീഡിയോ എടുത്തത്. കണ്ട മഴ ഇങ്ങനെ പെയ്തും തോർന്നും ഒക്കെ ഇങ്ങനെ ഇരിക്കുവാണ്. മഴ എപ്പോഴും നമ്മുടെയൊക്കെ ഒരു നൊസ്റ്റാൾജിക്ക് കൂടിയാണ് അല്ലേ. കുട്ടിക്കാലത്തേക്ക് കുറച്ച് കൂടുതൽ ഓർക്കാൻ പറ്റിയൊരിതാണ്. ഇപ്പോഴത്തെ ജനറേഷനൊന്നും അതറിയത്തില്ല, അങ്ങനെ അവർക്ക് അതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് അറിയില്ലല്ലോ. രാവിലത്തെ ആ കിളികളുടെ സൗണ്ടും ഒക്കെ ഭയങ്കര ഇഷ്ടമായി എനിക്ക് കേട്ടോ. അപ്പം അതാണ് ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തത്. അതുപോലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും നല്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണ് ഇന്ന് കാണിക്കുന്നത്. മടിയുള്ള ദിവസം നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ വേഗം ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പി കൂടിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അവിടെ നിന്ന പൂവിൻ്റെ ഒക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 സവാള ചോപ്പ് ചെയ്തത് വേണം, ഒരു 3 തക്കാളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു അറബിക് ഡിഷ് കൂടിയിട്ടുള്ള ഷക്ഷുക എന്ന് പറഞ്ഞ ഒരു മുട്ട വെച്ചിട്ടുള്ളൊരു ഡിഷ് കൂടിയാണിത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഡിഷ് കൂടിയാണിത്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അത് വേഗം ഒന്ന് സവാളയ്ക്കൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. ഒരുപാട് ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇത് കുറച്ചിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം, ചൂടുവെള്ളവും കൂടെ. ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. സോറി, ഞാനത് പറയാൻ മറന്നുപോയി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കണം. അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കൂടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. നന്നായിട്ട് നല്ല ഗ്രേവി ആകുമ്പോൾ ഇതിനകത്തോട്ട് ഓരോ മുട്ടയും ഇതിലേക്ക് നമ്മൾ ബുൾസ് ചെയ്യുന്ന പോലെ പൊട്ടിച്ചിങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോ മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് മല്ലിയിലയോ കറിവേപ്പിലയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ മുട്ട നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ബ്രെഡിൻ്റെയോ ചപ്പാത്തിയുടെയൊക്കെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ റോളായിട്ടോ സാൻഡ്വിച്ചായിട്ടോ അങ്ങനെ കഴിക്കാവുന്നതാണ്. അതല്ലാതെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഗസ്റ്റ് വന്നാൽ അതിനെ ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്കും വേഗം ചെയ്യാൻ പറ്റിയ റെസിപ്പി കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.